Welcome to Cost Accounting at your fingertips. Please like and subscribe the channel to view more videos. വീണ്ടും നമ്മൾ അടുത്ത വേരിയൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ഐഡിൽ ടൈം വേരിയൻസ് ആണ്. ഐഡിൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടൈം ദാറ്റ് ഈസ് നോട്ട് ആക്ച്വലി യൂസ്ഡ് ബൈ ദി വർക്കേഴ്സ്. ഇപ്പം നമ്മുടെ ക്വസ്റ്റിനകത്ത് നോക്കാം. ദർ വാസ് എ സ്റ്റോപ്പേജ് ഓഫ് വർക്ക് ഡ്യൂ ടു പവർ ഫെയിലിയർ ബ്രാക്കറ്റ് ഐഡിൽ ടൈം ഫോർ 100 hours. ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് മങ്ങിയിട്ടുണ്ട്, പേടിക്കേണ്ട, വീണ്ടും കാണാം. സോ ദർ വാസ് എ സ്റ്റോപ്പേജ് ഓഫ് വർക്ക് ഡ്യൂ ടു പവർ ഫെയിലിയർ ഫോർ 100 hours. ഇപ്പോൾ കാൽക്കുലേറ്റ് ലേബർ വേരിയൻസ് എന്ന് പറഞ്ഞു. ഇത് അവസാന ഭാഗത്ത് കൊടുത്തേക്കുന്നതാണ്. സെയിം പ്രോബ്ലം തന്നെയാണ് നമ്മൾ ഈ ഒരേ എല്ലാ ടൈപ്പ് ഓഫ് വേരിയൻസസിനും യൂസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് അപ്പോൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ ഒരു പ്രോബ്ലം തന്നെ സോൾവ് ചെയ്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഐഡിൽ ടൈം വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്. സോ ഐഡിൽ ടൈം വേരിയൻസ് ഓർ ITV. സോ ഐഡിൽ ടൈം വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയുക, ചുമ്മാ ആയിരിക്കുമ്പോൾ ശമ്പളം കിട്ടുക. ഓക്കെ, അപ്പം സോ ഇറ്റ് ഈസ് സബ് വേരിയൻസ് ഓഫ് ലേബർ എഫിഷ്യൻസി വേരിയൻസ്. അപ്പം ഐഡിൽ ടൈം വേരിയൻസ് എന്ന് പറയുന്നത് ലേബർ എഫിഷ്യൻസി വേരിയൻസിൻ്റെ ഒരു ടൈപ്പാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ് ഇവാലുവേറ്റ്സ് എഫിഷ്യൻസി ഓഫ് ദ വർക്കേഴ്സ് വെൻ ദർ ഇസ് അബ്നോർമൽ സേവിങ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ time paid to workers for which they have not worked due to abnormal reasons. So എന്താണ് ഐഡിൽ ടൈം വേരിയൻസ്? ഇറ്റ് ഇസ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആക്ച്വൽ ടൈം പെയ്ഡ്. സോ ആക്ച്വൽ ടൈമിന് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ സ്റ്റാൻഡേർഡ് വേജസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് ദേ ഹാവ് നോട്ട് വർക്ക് ഡ്യൂ ടു സം അബ്നോർമൽ റീസൺസ്. അപ്പോൾ അബ്നോർമൽ റീസൺസ് കൊണ്ട് അവർ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ സ്റ്റാൻഡേർഡ് ടൈമിന് അവർക്ക് നമ്മൾ വേജ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ അതിനെ ഐഡിൽ ടൈം വേരിയൻസ് എന്ന് പറയും. സോ വാട്ട് ഇസ് ഇക്വേഷൻ? ഐഡിൽ ടൈം വേരിയൻസ് ഈസ് ഈക്വൽ ടു ഐഡിൽ അവേഴ്സ് ഇൻ ടു സ്റ്റാൻഡേർഡ് റേറ്റ്. സോ ഐഡിൽ അവേഴ്സ് മീൻസ് ദ അവേഴ്സ് ദറ്റ് are idle and the standard rate is the standard wage rate fixed by the organization. In question it was given that due to power failure there was a stoppage of work for 100 hours. അപ്പോൾ പവർ ഫെയിലിയർ കൊണ്ട് വർക്കേഴ്സ് 100 മണിക്കൂർ വർക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 100 മണിക്കൂർ അവർ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ആ 100 മണിക്കൂർ അവർക്ക് സാലറി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ ഐഡിൽ ടൈം എന്ന് വിളിക്കും. അങ്ങനെയാണ് ഐഡിൽ ടൈം വേരിയൻസ് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 2.25 ആണ്. സോ 100 ഇൻറ്റു 2.25 വി വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 225. അപ്പോൾ ടെക്സ്റ്റിനകത്ത് 255 എന്ന് മറ്റുമാണ് കിടക്കുന്നത്. അപ്പം അതിനെ നമുക്ക് അതേപടി അങ്ങ് എടുക്കാൻ പറ്റും. അപ്പോൾ ടെക്സ്റ്റ് കൊടുക്കുന്ന ആൻസർ തെറ്റാണ് കേട്ടോ.